നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും സന്തോഷമായിരിക്കുക എന്നത് നമ്മുടെ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് ആണെന്ന്? അതെ, നമ്മളെല്ലാം ജനിച്ചത് തന്നെ നന്നായി ഫീൽ ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? സന്തോഷമാണ് നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ് എങ്കിൽ പിന്നെ എന്തിനാ നമ്മളിൽ പലരും എപ്പോഴും വിഷമിച്ചിരിക്കുന്നതും ടെൻഷൻ അടിക്കുന്നതും? എന്തുകൊണ്ടാണ് നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോശമായി തോന്നുന്നത്? അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഫീൽ ഗുഡ് ഡീഫോൾട്ട് സെറ്റിംഗ് ഇല്ലേ, അതിനെ എങ്ങനെ വീണ്ടും ഓൺ ചെയ്യാം? നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം തുടക്കത്തിലേക്ക് ഒന്ന് തിരിച്ചുപോയി നോക്കാം, ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റിലേക്ക്. ഞാനിതിനെ ലാഘവത്വത്തിന്റെ കഥ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു ചെറിയ കുട്ടി ഒരു പ്രത്യേക കാരണമൊന്നുമില്ലാതെ തന്നെ ചിരിക്കുന്നു, കളിക്കുന്നു, ഭാവിയെക്കുറിച്ചൊരു ടെൻഷനുമില്ല, കഴിഞ്ഞുപോയതിനെക്കുറിച്ചൊരു ഭാരവുമില്ല. ആ ഒരു നിമിഷത്തിൽ അങ്ങ് ജീവിക്കുകയാണ്. അതായിരുന്നു നമ്മുടെയെല്ലാം യഥാർത്ഥ അവസ്ഥ. പക്ഷേ നമ്മൾ വളർന്നു വന്നപ്പോൾ ചുറ്റുമുള്ള ലോകം നമ്മളെ വേറെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലേ? സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യാൻ, തീരാത്ത ആഗ്രഹങ്ങളുടെ പുറകെ പോകാൻ, ഏതിനും ഓവർ തിങ്ക് ചെയ്യാൻ, എപ്പോഴും എന്തിനെങ്കിലും കുറിച്ച് വിഷമിക്കാൻ, ഇതൊക്കെ നമ്മൾ പതിയെ പതിയെ പഠിച്ചെടുത്തു. അങ്ങനെ ജനിച്ചപ്പോൾ ഒരു ഭാരവുമില്ലാതിരുന്ന, ഒരു തൂവൽ പോലെ ഭയങ്കര ലൈറ്റായിരുന്ന നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ ഈ ചിന്തകളുടെയും പ്രതീക്ഷകളുടെയും ഭാരം കൊണ്ട് നിറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു നാച്ചുറൽ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മുടെ ആ ഡീഫോൾട്ട് സെറ്റിങ്ങിന് എവിടെയാണ് പ്രശ്നം പറ്റുന്നത്? ശരി, നമുക്ക് അടുത്ത ഭാഗത്തിൽ അതൊന്ന് നോക്കാം. ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. ന്യൂറോ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 90% നെഗറ്റീവ് ചിന്തകളും ശരിക്കുമുള്ളതല്ല, അത് വെറും ശീലങ്ങളാണ്. നമ്മൾ പോലും അറിയാതെ പഠിച്ചുവെച്ച ചില കണ്ടീഷനിങ്ങുകൾ മാത്രം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത് നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലേ? അപ്പോൾ എന്താണ് ഈ ഫീൽ ഗുഡ് ഡീഫോൾട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമല്ല കേട്ടോ. ഒരു പ്രത്യേക പ്രയത്നമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മനസ്സ് എക്ദം ശാന്തമായി, ക്രിയേറ്റീവായി, ഒരു ഭാരവുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയില്ലേ, അതാണ്. ആ ഒരു ഭാരമില്ലാത്ത നിമിഷങ്ങളിലാണ് നമുക്ക് ഏറ്റവും നല്ല ഐഡിയാസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡീഫോൾട്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന പ്രധാനമായിട്ടും 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഭാരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആ 2 തടസ്സങ്ങൾ: ഒന്നാമത്തത് ഓവർ തിങ്കിങ്, അതായത് അമിത ചിന്ത. രണ്ടാമത്തത് മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ ഭാരം നമ്മൾ തലയിൽ വെച്ച് നടക്കുന്നത്. ഈ 2 കാര്യങ്ങളിൽ നിന്നൊന്ന് മാറി കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഭാരമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ മതി. പകുതി പ്രശ്നങ്ങളും അവിടെ തീരും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നന്നായി ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പുതുതായിട്ടൊന്നും നേടേണ്ട ആവശ്യമില്ല. നമ്മുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഈ 2 കാര്യങ്ങളെ അങ്ങ് എടുത്തു മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആ ഡീഫോൾട്ട് സെറ്റിംഗ് അത് തനിയെ തിരിച്ചു വന്നോളും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് വരാം. ഈ ഡിഫോൾട്ട് സെറ്റിംഗിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചെത്താൻ പറ്റും? അതിനുവേണ്ടി ഇതാ വെറും 1 മിനിറ്റ് മാത്രം ആവശ്യമുള്ളൊരു സിമ്പിൾ റീസെറ്റ് ടൂൾ. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ഇത് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 1: നിങ്ങൾ എന്ത് ചെയ്യാണോ അതൊരു 5 സെക്കൻഡ് നേരത്തേക്കൊന്ന് നിർത്തുക. സ്റ്റെപ്പ് 2: നല്ല ആഴത്തിലൊരു ശ്വാസമെടുക്കുക. സ്റ്റെപ്പ് 3: മനസ്സിലൊരു തീരുമാനമെടുക്കുക. മോശമായി ഫീൽ ചെയ്യുന്നത് ഞാൻ നിർത്തുന്നു. സ്റ്റെപ്പ് 4: ഒരു ചെറിയ പുഞ്ചിരി. അത്രയുള്ളൂ. അതെ, അത്രയുള്ളൂ. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ ഫീൽ ഗുഡ് സെറ്റിംഗ് വീണ്ടും ഓണായി. ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ലാളിത്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ തിരിച്ചെത്തിയാൽ ജീവിതം എങ്ങനെയിരിക്കും? ഈ ലാഘവത്വത്തോടെ ഒരു ഭാരവുമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? ഞാനൊരു ചെറിയ കഥ പറയാം കേട്ടോ. എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ പെർഫെക്ഷന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അവരുടെ മനസ്സ് എപ്പോഴും ഭയങ്കര ഭാരമുള്ളതും ആകെ കലങ്ങിയൊരവസ്ഥയിലുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരോട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു: ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിനെ കൂടുതൽ ഭാരമുള്ളതാക്കുകയാണോ അതോ ഭാരം കുറയ്ക്കുകയാണോ? ആ ഒരൊറ്റ ചോദ്യം അതവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മനസ്സിന് ഭാരം കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി അവർ ഒഴിവാക്കി. പകരം ഒരു പ്രയാസവുമില്ലാതെ സന്തോഷമായിരിക്കുന്ന ആ ഒരവസ്ഥയെ അവർ തിരഞ്ഞെടുത്തു. അതോടെ എല്ലാം മാറി. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നന്നായി ഫീൽ ചെയ്യുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ നേച്ചറാണ്. അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ ഭാരമില്ലാതെ ലൈറ്റായിട്ട് വയ്ക്കുക. മനസ്സെപ്പോൾ ലൈറ്റാകുന്നുവോ അപ്പോൾ ജീവിതം തനിയെ മനോഹരമായി മാറും. അപ്പോൾ ഇന്നു മുതൽ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി: മോശമായി ഫീൽ ചെയ്യുന്നത് നിർത്തുക. കാരണം
നന്നായി ഫീൽ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഡീഫോൾട്ട്. നിങ്ങളുടെ ആ സ്വാഭാവികമായ സന്തോഷം, ആ ഒരു ഡീഫോൾട്ട് സെറ്റിംഗ്, അത് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഈ നിമിഷം തന്നെ അതിലേക്ക് തിരികെ പോകൂ.